വിനർ ഫാമിലി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ മൊമെന്റ് ബാർ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിലെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്റ്റോണിൻ്റെ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു ബാലൻസ് ചെയ്യാനുള്ള ഒരു പോയിൻ്റർ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു മീറ്റർ സ്കെയിൽ ആവശ്യമുണ്ട്, ദെൻ നമുക്ക് മാസ് അളക്കേണ്ട നമ്മളുടെ കല്ല് സ്റ്റോൺ ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് സ്ലോട്ടഡ് വെയ്റ്റ്സ് അല്ലേ, നമ്മുടെ വെയ്റ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്കെയിലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിന് ഈ ഒരു പോയിന്റിൽ നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഈ ബാറിനെ നിങ്ങൾക്കറിയാം, ഇതൊരു മീറ്റർ സ്കെയിൽ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതിൻ്റെ 50 സെൻറ്റിമീറ്ററിലാണ് ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ പറ്റുകയെന്ന്. ഇപ്പോൾ നോക്കുക, ഞാനിവിടെ ഒരു 50 സെൻറ്റിമീറ്ററിൽ ഇതിനെ ബാലൻസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ബാലൻസ് ആവുന്നുണ്ടോ? ഇല്ല അല്ലേ. സോ എപ്പോഴും ഇതിൻ്റെ ഡെൻസിറ്റീസിലൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ ചിലപ്പോൾ ഒരു 51 ബാലൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 41, അല്ലെങ്കിൽ 48, 50 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ. ഇതിപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത് 51.5 ബാലൻസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാലൻസ് ഇതിൽ 2 സ്കെയിൽ ഉണ്ട്, ഇതിൽ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം ബാലൻസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്കൊരു 51.5 ഇത് ബാലൻസ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്തിട്ട് ഇതിനെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ കണ്ടുപിടിച്ചു. സോ നമ്മളിവിടെ ഒരു 48.5 നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തെ സ്കെയിലാണ് നോക്കുന്നതെങ്കിൽ 51.5 ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു 100 ഗ്രാം സ്ലോട്ടഡ് വെയ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വശത്തുകൂടെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, വെക്കണം. ഇവിടെ ഇപ്പോൾ ഒരു 48.5 ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 68.5 വെച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത്? ഇവിടെ 48.5 ആണ്. സോ 58.5, 60, 20 സെൻറ്റിമീറ്റർ ആണ് ഞാൻ ഈ ഒരു ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഇതിനെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങോട്ടാണ് വെയിറ്റ്, കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുവരണം. ഇപ്പോഴും ഇങ്ങോട്ടാണ് പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ മുമ്പോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അപ്പോൾ കുറച്ച് ബാലൻസ് ആയിട്ട് നമുക്ക് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ഇപ്പോൾ കുറച്ച് ഇപ്പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലാണെന്ന് മനസ്സിലാക്കാം. ഈ ബാലൻസ് ചെയ്യാന്നുള്ളൊരു പണി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഏകദേശം നമുക്ക് ബാലൻസിങ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അളക്കണം. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പോൾ ഇത് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു, 20 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇവിടം തൊട്ട് നമ്മുടെ സ്റ്റോണിൻ്റെ വെയിറ്റ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻ കാൽക്കുലേഷനിൽ വേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണോ നമ്മൾ സ്ലോട്ട് ചെയ്യുന്ന വെയിറ്റ് എന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ ഇട്ടത് 100 ഗ്രാംസ് ആണ് അല്ലേ. ഇനി QC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലോട്ടഡ് വെയിറ്റും അതുപോലെ തന്നെ പോയിന്ററിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ 100 ഗ്രാമും ആ ഒരു പോയിന്ററിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച ഡിസ്റ്റൻസ് ആണ്. എത്രയായിരുന്നു? 20 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി PC എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോണിനെ നമ്മൾ ബാലൻസ് ചെയ്ത് നമുക്കൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റും നമ്മുടെ പോയിന്റർ സെൻറ്ററിൽ നിന്ന് ആ ഒരു സ്റ്റോൺ ബാലൻസ് ചെയ്തത് വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ PC എടുക്കുക. സോ അത് നമുക്ക് മെഷർ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പം നമ്മളിവിടെ 100 ഗ്രാം വെയിറ്റ് ഇട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോണിനെ. സോ നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്, ഈ ഒരു സ്ലോട്ടഡ് വെയിറ്റ് 100 ഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പോയിന്റർ തൊട്ട് ഇവിടെ വരെ നമ്മൾ ഫിക്സ് ചെയ്താണ് വെച്ചത്. ഒരു 20 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റീഡിങ്ങിനെ, അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്തിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. സോ ഈ ഒരു റീഡിങ്ങിനെയാണ് നമ്മൾ ടാബുലർ കോളത്തിൽ QC എന്ന് പറയുന്നത്. അപ്പോൾ QC എന്ന് പറഞ്ഞാൽ സ്ലോട്ടഡ് വെയിറ്റ് തൊട്ടിട്ട് പോയിന്റർ വരെയുള്ളത്. ഇനി നമ്മളുടെ സ്റ്റോണിനെ നമ്മൾ ബാലൻസ് ചെയ്ത ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് ഇവിടം തൊട്ട്
തൊട്ട് ഈ പോയിന്റർ തൊട്ട് നമ്മുടെ ഈ ഒരു ത്രെഡ് വരുന്ന വരെ, ഈ ഒരു സ്റ്റോൺ ഹാങ് ചെയ്യുന്നത് വരെയുള്ള ലെങ്ത് ആണ്. അതിനെ നമ്മൾ PC എന്നാണ് മാർക്ക് ചെയ്യുക. സോ ഈ QC എന്ന് പറയുന്നത് ഇവിടെ 20 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സെൻറ്റിമീറ്റർ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ 27.5 നിങ്ങൾക്ക് കിടക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ 48.5 ആണ്. സോ 48.5 നിന്ന് 27.5 കുറയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം 21 സെൻറ്റിമീറ്റർ ആണ് റീഡിങ് കിട്ടുന്നത്. ഇതുപോലെ ഒരു 3 തവണ നിങ്ങൾ എന്ത് ചെയ്യുക, 3 ഡിസ്റ്റൻസിൽ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ 20 എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 25 ആക്കാം, അല്ലെങ്കിൽ ഒരു 15 ആക്കിയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ സ്റ്റോണിനെ ബാലൻസ് ചെയ്യുന്ന 3 റീഡിങ്സ് നിങ്ങൾ എടുക്കുക. നമുക്ക് 2 രീതിയിലാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുക. സെയിം വെയ്റ്റിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെങ്ത്തിൽ വെച്ച് ബാലൻസ് ചെയ്ത് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സെയിം ലെങ്ത്തിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്മൾ മാറ്റി ഡിഫറെൻറ്റ് ലെങ്ത്തിൽ ബാലൻസ് ചെയ്ത് ചെയ്യാം. സോ നമ്മളിപ്പോൾ ചെയ്യണ നേരത്തെ 100 gram ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ അതിലേക്ക് ഒരു 50 gram കൂടെ ആഡ് ചെയ്തു. സെയിം ഡിസ്റ്റൻസിലാണ് വെച്ചത്. ഇപ്പോൾ 20 സെൻറ്റിമീറ്ററിൽ ഒരു 150 grams വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്തത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം, അതായത് QCക്ക് വ്യത്യാസമില്ല. QC വിൽ ബി 20 സെൻറ്റിമീറ്റർ. ഇനി നമ്മളുടെ ബാലൻസ് ചെയ്യുന്ന ലെങ്ത്തിൽ വ്യത്യാസം വന്നു, അതായത് PC ആണ് ഇവിടെ വ്യത്യാസം വന്നത്. ഇവിടെ PC എന്ന് പറയുന്നത് 48.5 എന്ന് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 15.4 അല്ലേ. അപ്പോൾ 15.4 ആണ് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ 48. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര കിട്ടി? ഒരു 33 അല്ലേ, ഒരു 33 റേഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കിയാൽ മതി. 48.5 നിന്ന് 15.4 കുറച്ചാൽ എത്ര കിട്ടുക? 33.1. ഓക്കെ, 33.1 ആണ് നമ്മളുടെ PC വാല്യൂ. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 150 ഗ്രാമിന് നമുക്ക് QC നമ്മൾ വ്യത്യാസം വരുത്തിയില്ല. ദാറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. 33.1 എന്ന് കിട്ടി. ഇനി നമുക്കൊരു 200 ഗ്രാമിൻ്റെയും കൂടെ ഒരു റീഡിംഗ് കൂടെ എടുത്തിട്ട് നമുക്കത് കൺഫേം ചെയ്യാം. സോ നമ്മളിവിടെ ഇപ്പോൾ 200 ഗ്രാമിൻ്റെ ഇതേപോലെ തന്നെ QC 20 സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 48.5 ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ എത്രയാണ് വരുന്നത്? ഏകദേശം ഒരു 4.6 അല്ലേ, 4.7 വരുന്നത്. 4.7 വരും. അപ്പോൾ 48.5 നിന്ന് നമ്മളൊരു ഏകദേശം 43.9 ആണ് അല്ലേ. 43.9 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇവിടെ ബാലൻസിങ് ലെങ്ത് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കത് റീഡിംഗ് ആയിട്ട് എഴുതാം. 200 ഗ്രാം നമ്മൾ 20 സെൻറ്റിമീറ്റർ തന്നെയാണ് ഫിക്സ് ചെയ്തത്. സോ നമുക്ക് കിട്ടിയത് 43.9 ആണ് സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് വെച്ച് നമുക്കിത് കാൽക്കുലേഷൻസ് ചെയ്യാം. സോ നമുക്കിവിടെ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് W കിട്ടി, QC PC കിട്ടി. ഇനി ഇവിടെ നമ്മൾ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? Wനെ നമ്മൾ 100 grams തന്നെയാണ് നമുക്ക് അവസാനം അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാം. ദെൻ QC ഈസ് 20 ഡിവൈഡഡ് ബൈ PC എന്ന് പറയുമ്പോൾ 21 എന്ന് വരും. എത്രയാ? 95.23 grams ആണ് നമുക്ക് ഫസ്റ്റത്തേൽ കിട്ടിയത്. ഇനി അടുത്തയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 150 × 20 × 33.1 ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 150 × 20 ഡിവൈഡഡ് ബൈ 33.1 90.63. അപ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ദെൻ 200 ഗ്രാമിൻ്റെ ഇടുമ്പോൾ 200 × 20 ഡിവൈഡഡ് ബൈ 43.9 91.116 ഗ്രാം എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ മീൻ എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മീൻ എന്ന് പറയുമ്പോൾ എത്ര വരാം? 95.23 പ്ലസ് 90.63 പ്ലസ് 91.116. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് കംപ്ലീറ്റ്ലി ആഡ് ചെയ്യുക. ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 92.32 എന്ന് പറയുന്ന ഗ്രാമിലാണ് നമുക്ക് കിട്ടുക. സോ അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? 92.32 × 10⁻³ കൊടുത്താൽ അത് കിലോഗ്രാമിലേക്ക് കിട്ടി. സോ ഈ ഒരു സ്റ്റോണിൻ്റെ മാസ് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന സ്റ്റോൺസിൻ്റെ വെയ്റ്റിലും മാസിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇതേ പ്രൊസീജിയറിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും.